ഷടാ യുദ്ധം അവസാനിച്ചു അല്ലെ? ഇത്രയും കാലം നമ്മൾ യുദ്ധം കണ്ടിട്ട് അല്ലെങ്കിൽ ആ നാട്ടിലെ ഈ ജിഹാദികൾ മരിച്ചൊടുങ്ങുന്നത് കണ്ടിട്ട് സന്തോഷിച്ച് കഴിഞ്ഞ കുറേ ആൾക്കാർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമാധാനമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇനിയുള്ള ബാക്കിയുള്ള ആളുകൾ മരിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഗസയിൽ, തെക്കൻ ഗസയിൽ ഇസ്രായേലിന്റെ ഒരു മിസൈൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. അതിന് കാരണം അവർ പറയുന്നത് ഹമാസ് അവരുടെ യെല്ലോ ലൈൻ ക്രോസ് ചെയ്തിട്ട്, അതായത് ഇസ്രായേലി സേന മാറി നിന്നിട്ടുള്ള ഈ ആകെ 45 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗസയുടെ ഒരു 40% മേലെ മാത്രം ഒരു യെല്ലോ ലൈൻ ഇട്ടിട്ടാണ് ഇപ്പം അവർ സൈന്യം പിന്മാറിയിട്ടില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് വന്നിട്ട് 2 ഇസ്രായേലി സേനനെ ഹമാസ് കൊന്നു എന്നാണ് പറയുന്നത്. ഹമാസ് അതിനെ കംപ്ലീറ്റ്ലി അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവരായിട്ട് ചെയ്തിട്ടില്ല. സീസ് ഫയർ നടക്കുന്ന സ്ഥലത്ത് ഹമാസായിട്ട് അങ്ങനെ കാര്യം ചെയ്തിട്ടില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തെക്കൻ ഗസയിൽ ഈ ഒരു മിസൈൽ സ്ട്രൈക്ക് നടന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ എന്താ പറയുക, അവിടുന്ന് പല സ്ഥലത്തു നിന്ന് അങ്ങോട്ട് മാറി വന്ന് അല്ലെങ്കിൽ പലായനം ചെയ്തു പോയ ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അവിടെയാണ് ഇപ്പോൾ ഈ സ്ട്രൈക്ക് വന്നിട്ടുള്ളത്. അപ്പം അതിന് ഹമാസ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളായിട്ട് ചെയ്തിട്ടില്ല, ഇത് ഒരുപാട് വിമതരും മറ്റ് കുറേ ഈവൻ ഇസ്രായേലി സപ്പോർട്ടേഴ്സ് വരെയുള്ള സ്ഥലമാണ് ഇപ്പം ഈ വടക്കൻ ഗസ. ഈ സ്ഥലത്ത് തെക്കൻ ഗസ, ഈ തെക്കൻ ഗസയിൽ ഇപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വല്ല ഗ്രൂപ്പോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കണം. ഹമാസായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർ ഒരിക്കലും അതിനെ അംഗീകരിച്ച് തരുന്നില്ല. ഈ സീസ് ഫയറിലോട്ട് കംപ്ലീറ്റ്ലി അവർ എന്താ പറയുക സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതാണ് ഹമാസ് പറയുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി ഇപ്പം IDFന്റെ സൈഡിൽ നിന്ന് അവർ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ല, അവരുടെ എന്താ പറയുക 2 പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ചില ചെറിയ ചെറിയ എന്താ പറയുക ഈ സ്ഫോടനങ്ങൾ വരുന്നുണ്ട് ഈ സ്ഥലത്ത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ആർക്കും അറിയില്ല. പലതരത്തിലുള്ള നിഗമനങ്ങൾ വരുന്നുണ്ട്. മുമ്പ് പൊട്ടാണ്ടിരുന്ന ബോംബുകളും അല്ലെങ്കിൽ മറ്റ് ചില എന്താ പറയുക സ്ഫോടക വസ്തുക്കളൊക്കെ അവിടെ ഉണ്ട്, അതായിരിക്കാം ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നിരാകരിച്ചുകൊണ്ട് വീണ്ടും യുദ്ധത്തിലോട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ 2 സീസ് ഫയറും എങ്ങനെയാണോ ഇസ്രായേലികൾ, അത് ഇസ്രായേൽ IDF അതിനെ ആ ഒരു സീസ് ഫയർ ലംഘിച്ചിട്ട് യുദ്ധത്തിലോട്ട് വീണ്ടും അല്ലെങ്കിൽ ഈ ജനോസൈഡിലോട്ട് വീണ്ടും ചാടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് ഹമാസ് ഞങ്ങൾ ആക്രമിച്ചതെന്നും പറഞ്ഞ് നേരെ ഡയറക്റ്റ് അങ്ങ് ആക്രമണം തുടങ്ങുക ചെയ്യുന്നത്. അതിൽ ഒരു അടിസ്ഥാനവും ഇല്ല, അല്ലെങ്കിൽ ഒരു ബേസും അതിനുള്ള ഒരു തെളിവും ഇല്ലാണ്ട് തന്നെ ആയിരുന്നു ഇസ്രായേൽ എല്ലാ പ്രാവശ്യവും യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഈ ഇസ്രായേലി എന്താ പറയുക ഇസ്രായേലി സെനറ്റിൽ ഇന്ന് നെതന്യാഹു ഈ യുദ്ധത്തിനൊരു പേര് നൽകിയിട്ടുണ്ട്. പുനരുജ്ജീവനത്തിൻ്റെ യുദ്ധം എന്നാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് മറ്റൊരു പേരായിരുന്നു. പക്ഷേ അതിൽ ഒരുപാട് ആളുകൾ അതിന് എഗെയിൻസ്റ്റ് നിന്നു. അപ്പം തൻ്റെ മുഖം രക്ഷിക്കണം, തനിക്ക് വേണ്ടിയിട്ടല്ല, ഇസ്രായേലിനെ പുനരുജ്ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഈ പാവപ്പെട്ട ഗസയിലുള്ള ആളുകളെ കൊന്നൊടുക്കിയത് എന്നുള്ളൊരു പേര് വേണം അതിന്. പുനരുജ്ജീവനത്തിൻ്റെ എന്താ പറയുക വാർ ഓഫ് റിവൈവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ സെനറ്റിൽ തന്നെയുള്ള പ്രതിപക്ഷം അതിനെ ശക്തമായിട്ട് അതിനെ വിമർശിച്ചിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു പേര് കൊടുത്തത് തൻ്റെ കൈ കഴുകാനും താൻ പാവമാണ് എല്ലാം ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. ഇന്നാണ് അവിടുത്തെ സെനറ്റ് പാർലമെൻറ്റിൽ നടക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഈ ഒരു ബോംബ് എന്താ പറയുക ഒരു സ്ട്രൈക്ക് വരുന്നത്. എത്ര പേർക്ക് ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയോ, സിവിലിയൻസിന് എന്ത് പറ്റി ഒന്നും ഒരു കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽസ് ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല. കുറേ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ തെക്കൻ ഗസയിൽ ഈ ഒരു സ്ട്രൈക്ക് വരുന്നത്, അവിടുന്ന് സ്ഫോടനം വരുന്നതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയുന്നത്, ഇപ്പോഴും റഫ അതിർത്തി തുറന്നിട്ടില്ല. കാരണം അവർ പറയുന്നത് ഈ ഹമാസിൻ്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ബന്ദികളുടെ ശവശരീരങ്ങൾ തിരിച്ച് കിട്ടിയിട്ടില്ല, ബോഡീസ് തിരിച്ച് കിട്ടിയിട്ടില്ല. അത് ഹമാസ് പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കൊടുത്തു. ഇനി ഏതൊക്കെ കെട്ടിട അവശിഷ്ടങ്ങൾക്കോ അവിടെയും ഇവിടെയൊക്കെയാണ് തിരിച്ചു തരാൻ, അത് എടുക്കാനോ അല്ലെങ്കിൽ അത് നോക്കാനോ ഉള്ള ഒരു സംവിധാനങ്ങളും ഈ പറഞ്ഞ ഗസയിലില്ല നമുക്കറിയാം അല്ലെ? ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ വേണ്ട ക്രെയിനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സാധനം മാറ്റിയിട്ട് എവിടെയാണോ ബോഡി ഉള്ളത് അവർക്ക് പോലും അറിയുന്നില്ല എവിടെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുർക്കി എന്നുള്ളൊരു ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ തന്നെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഹയർ ചെയ്തിട്ടുണ്ട് ഇത് ചെക്ക് ചെയ്യാനും മറ്റിതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് എത്രത്തോളം ഇതിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ അത്രയും കംപ്ലീറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇനി ആ ഒരു ബോഡി, അതും എന്നോ മരിച്ച ബോഡികളൊക്കെയാണ്, എത്രത്തോളം കിട്ടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ മൊത്തം ആ ഒരു കോൺക്രീറ്റ് അവശിഷ്ടങ്ങളുടെ ഇടയിൽ 10,000 ബോഡീസ് ഇനിയും ഉണ്ട്. കാരണം ഇനിയും കിട്ടാത്ത 10,000 ആൾക്കാർ മിസ്സിംഗ് ആണ്. അവരുടെയൊക്കെ ബോഡി ഇപ്പോഴും അതിനകത്ത് കിടക്കുകയാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയ സങ്കടം തന്നെയുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇവർ ഇപ്പം ഇസ്രായേൽ കൊണ്ടുപോയിട്ടുള്ള പലസ്തീനി പ്രിസണേഴ്സിന് പലരുടെയും ബോഡി തിരിച്ച് കിട്ടിയിട്ടെങ്കിൽ അതിലൊക്കെ ഓർഗൻ ട്രാഫിക് നടന്നിട്ടുണ്ട്. അതായത് പല ഓർഗൻസും കാണാനില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു അലിഗേഷൻസും പലസ്തീൻ
എന്താ പറയുക ചില NGOസും അല്ലെങ്കിൽ പലസ്തീൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ടീമും പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം വേണം. അതല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ അമേരിക്കൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അറബ് കൺട്രീസ് അല്ലെങ്കിൽ ഈ അറബ് മീറ്റ് ഉണ്ടല്ലോ അവരുടെ സൈഡിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടീമിന് അവർക്ക് വേണം അത് കംപ്ലീറ്റ് ചെയ്യുക. അതായത് വന്ന ബോഡികൾ പലതും അഴുകിയിട്ടാണ്, പലതും വികൃതമാണ്. അത്രയും ഈ ജയിലിൽ കിടന്ന് ഈ പലസ്തീനികളെ അത്രയും ക്രൂശിച്ചിട്ട് തന്നെയാണ് ഇവർ കൊന്നിട്ടുള്ളതും. അതുപോലെ തന്നെ കൊന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ പല ബോഡി പാർട്സും ഓർഗൻസും അവർ മാറ്റിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഓർഗൻ ട്രാഫിക് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള വലിയൊരു അലിഗേഷൻസും ഇപ്പം പലസ്തീൻ അധികൃതരുടെ സൈഡിൽ നിന്ന് ഇപ്പം ഈ ഒരു എന്താ പറയുക പീസ് കമ്മിറ്റി സമ്മിറ്റിനുള്ള ആളുകൾ അടുത്തോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഈ റഫ അതിർത്തി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ഇപ്പോഴും ഈജിപ്തിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഖത്തറിൻ്റെ സൈഡിൽ നിന്നും ഇസ്രായേലുമായിട്ടും അല്ലെങ്കിൽ അമേരിക്കൻ ഈ ഒരു മധ്യസ്ഥരുടെ സൈഡിലൂടെ ഇപ്പോഴും അതിൻ്റെ മീറ്റിങ്സ് നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു വർഷത്ത് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പം ഇവിടെ IDFൻ്റെ 2 പേര് മരിച്ചു എന്നുള്ളൊരു ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് ഈ ഒരു യുദ്ധം വീണ്ടും അല്ലെങ്കിൽ വീണ്ടും ഈ മിസൈൽ സ്ട്രൈക്ക് നടന്നത് എന്നാണ് പറയുന്നത്. ഇതുവരെ 2 ഗ്രൂപ്പ് ഹമാസ് ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. IDF ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ നടക്കുന്ന സ്ട്രൈക്കിൻ്റെ എല്ലാ വീഡിയോസും അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ്റെ വീഡിയോസും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയാസ് ഫോക്സ് ന്യൂസിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഈവൻ എല്ലാ ന്യൂസിലും ഇതിൻ്റെ ഒരു പോർഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം യുദ്ധം അവസാനിച്ചു, ഇനി നെതന്യാഹു വീണ്ടും വിചാരണക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ യുദ്ധം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് യുദ്ധം വീണ്ടും തുടങ്ങും എന്ന് പലരും പറഞ്ഞ ഈവൻ ഈ പീസ് കമ്മിറ്റിയിലുള്ള ആളുകൾ പോലും പ്രവചിച്ച് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ യുദ്ധം അവസാനിച്ച് ഈ ജിഹാദികൾ മരിക്കുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനിൽ നമ്മുടെ നാട്ടിൽ കഴിയുന്ന നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന എല്ലാ സകല സംഘപരിവാണങ്ങളും അവരും ഇങ്ങനെ യുദ്ധം നടക്കണം ബാക്കിയുള്ള ആളുകളും കൂടെ കൊന്നൊടുക്കണം അവന്മാരെ തീർക്കണം എന്ന് ചിന്തിച്ച് നടക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവൺമെൻറ്റില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ പരിവാളങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം അവർക്കൊരു സന്തോഷ വാർത്തയും കൂടാണ് ഈ യുദ്ധം വീണ്ടും പുനരാരംഭിക്കുക എന്നുള്ളത്. വല്ലാത്ത കഷ്ടം. അവിടെ ഇനിയും ഇതിൻ്റെ അവസ്ഥ ആലോചിച്ച് അല്ലെങ്കിൽ ഇനിയും ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല.